റാശി ഇതില് റാഷിക്കും അജ്മലിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ വീഡിയോ. പക്ഷെ ഉവൈസിന് ഭയങ്കര മടിയാണ്. ഉണ്ട് വരിയുണ്ട് ഇതുപോലെ എന്നിട്ട് ഇങ്ങനെ നീങ്ങി പോവാണ് നോമ്പറക്കാണ്ടി. വലിയ ഇവിടെ പിക്ക് സ്റ്റോറി ഇടാനുള്ള തിരക്കിലാണ്. മറ്റാള് വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ തിരക്ക്. വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നോമ്പറക്കാൻ വേണ്ടി പോവാണ്. എവിടേക്കാന്ന് വെച്ചാൽ നോളജ് സിറ്റിക്കാട്ടോ പോകണേ. നോളജ് സിറ്റിക്ക് നോമ്പറക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാനും സൽമാനും കണ്ടാണ് പോയേട്ടോ. പക്ഷേ ഇപ്പോൾ 4 പേരുണ്ട്. ഞാൻ, റാഷി, ഉവൈസ്, അജ്മൽ, അങ്ങനെ 4 പേര് നമ്മളെ പോവാണ്. അവൻ കുറേ ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ അവൻ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇവിടെ ഇല്ല, എറണാകുളത്ത് പോയിന്. അപ്പം അങ്ങനെ ഓരോരോ സംഭവമായിട്ട് ഇന്നെന്തായാലും ഫൈനലി ജുമക്കായപ്പം എല്ലാവരെയും ജുമെന്ന് കണ്ട് എല്ലാവരും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും പോവാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3:20 ആ ഒരു സമയമായിട്ടുണ്ട്. 3:30 ആകുമ്പോൾ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് സെറ്റായി നിൽക്കുവാണ്. അപ്പോൾ ഇനി പോയിട്ട് അവരെല്ലാവരും അവിടെ സെറ്റായി നിൽക്കുവാണ്. അപ്പോൾ അവിടെ പോയിട്ട് നേരെ പോകണം. എന്നിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നോമ്പൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷമൊക്കെ അവിടെ പോയിനി. അപ്പോൾ ഈ വർഷം പോകണമെന്നൊരാഗ്രഹം. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം മുക്കം ആ ഒരു സൈഡിലൂടെ പോകുന്നത്. അതായത് രണ്ടും ഏകദേശം ദൂരം സെയിമാണ്. പക്ഷേ മുക്കം ആ സൈഡിലൂടെ പോകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് കൂടുതൽ തണൽ സംഭവം കിട്ടും. അപ്പോൾ ഒന്നും കൂടെ കംഫർട്ടബിളി നോമ്പ് വെച്ചിട്ട് പോകാൻ അടിപൊളി അതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ മറ്റേ സെറ്റപ്പാണ്. അതായത് ഒരു വലിയ തട്ടൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് എല്ലാവരും കഴിക്കുന്ന സെറ്റപ്പ്. അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സെറ്റപ്പാണ്. എന്തായാലും നമുക്ക് പോകട്ടോ, അവരിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അവരെത്തിയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു നോളജ് സിറ്റിയിൽ ഈ പ്രാവശ്യത്തെ നോമ്പ് തുറ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പോയിട്ട് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യം സൽമാനില്ലാത്തൊരു കുറവുണ്ടാവും. ബാക്കിയെല്ലാം സെറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും സൽമാനും മാത്രമേ പോയിട്ടുള്ളൂ, വേറെ അറിയില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അവരിങ്ങോട്ട് പറഞ്ഞതാണ്. ഞാൻ ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പം തന്നെ അവരെല്ലാവരുടെയും എന്താ പറയുക സാഹചര്യ സമ്മർദ്ദം മൂലം നമ്മളിപ്പോൾ പോവാണ്. അപ്പം എന്തായാലും നമുക്കിനി അവരുടെ അടുത്ത് എത്തിയിട്ട് കാണാം. റാശി തല അങ്ങോട്ട് തിരിച്ച് ഇതിന് തല തിരിച്ചാന്നിട്ട് ചെറിയ. അപ്പം നമ്മളെ അജ്മൽ അപ്പോൾ നമ്മൾ 4 പോവാണ്. ഓല് വണ്ടി ക്യാമറ കണ്ടപ്പോഴത്തേനും പാർക്ക് വാങ്ങി പോയി. അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാമല്ലേ. എന്നിട്ട് നമ്മളെ സിറ്റിയിൽ എത്തിയിട്ട് കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കുകയാണ്. പെട്രോൾ അടിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് പോകും. അവിടെ പരിപാടിയുണ്ട്. ഗൈസ് അങ്ങനെ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് നടന്നു പോകട്ടോ. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. മുകളിലേക്കൊക്കെ ഞാൻ വരുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്തി. നല്ല രസമുണ്ട് ആ ഒരു വ്യൂ, ഒരു പച്ചപ്പ് സംഭവം. ഇതാണ് ഇവർ 3 പേര്. ഇതിൽ റാഷിക്കും നൈസ് അല്ല അജ്മലിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ വീഡിയോ. പക്ഷെ ഉവൈസിന് ഭയങ്കര മടിയാണ് ഈ വീഡിയോ സെറ്റപ്പ്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളിത് ഇവിടെ എത്തിയിട്ടോ. നമ്മൾ ഇപ്പോൾ ലിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ലിഫ്റ്റൊക്കെ വഴിയാണ് നമ്മൾ വന്നത്. ഇത് ഇങ്ങനെ കയറി ഓരെവിടെയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ചുമ്മാ നേരെ പോന്നു. ഞാൻ ലിഫ്റ്റ് കയറി പെട്ടെന്ന് പോന്നു. നോക്കിക്കേ ഗൈസ് അങ്ങനെ നമ്മളിങ്ങനെ ചുമ്മാ ഈ ഒരു ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഇത് ഇവിടെ എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഫ്താറിന് വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം പള്ളീൻ്റെ ഈ ഒരു സൈഡ് തൊട്ട് ഇവിടെ നിന്ന് ഈ ഒരു സൈഡ് തൊട്ട് തന്നെ ആയിരുന്നു കേട്ടോ. മുമ്പത്തെ തവണ നമ്മൾ വന്ന ഒരു സംഭവം ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫുഡിൻ്റെ കൗണ്ടർ സംഭവം ഉണ്ട്. ഗൈസ് അങ്ങനെ ഇവിടെ വരിയൊക്കെ നിന്നിട്ടോ. 2 വരിയുണ്ട് ഇതുപോലെ. എന്നിട്ട് ഇങ്ങനെ നീങ്ങി പോവാണ് നോമ്പറക്കാണ്ടി. വലിയ ഇവിടെ പിക്ക് സ്റ്റോറി ഇടാനുള്ള തിരക്കിലാണ്. എന്തുകൊണ്ട് പറഞ്ഞ മറ്റാള് വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ തിരക്കിലറിയാം. കൗണ്ടർ അടിച്ചാണോ അവന് സംഭവം ഏറ്റില്ല. അപ്പം നമ്മളിങ്ങനെ വരി ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം കാര്യത്തിന്റെ എണ്ണമാണത്. ഷഹാദത്ത് കലിമ
പൂർണ്ണമായി വിശ്വസിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും അതിൻ്റെ യഥാവിധി നിർവഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാം പെടുത്തിത്തരട്ടെ. അതിന് പുറമെ 12,000 രൂപ ഒരു ആടിൻ്റെ വിലയും അദ്ദേഹം തന്നെ തന്നിട്ടുണ്ട്. കച്ചവടത്തിലും ഏർപ്പാടുകളിലും ഭാര്യ സന്താനങ്ങളിലും കൂട്ടുകുടുംബത്തിലും എല്ലാറ്റിലും നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലേക്ക് സംഭാവന നൽകിയവരുമുണ്ട്. അല്ലാഹുവിന്റെ എല്ലാം സംഭാവനകൾ കബൂലാക്കട്ടെ. ഗായ്സ്, പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വെള്ളമെല്ലാം കുടിച്ച് നേരെ ഒറ്റ പോക്കായിരുന്നു. പിന്നെ നേരെ നാട്ടിലോട്ട്. അപ്പോൾ അവിടേക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ ലേഡീസിനെല്ലാം സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ ആ ഒരു സംഭവം ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലേഡീസ് ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ലേഡീസൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ പുറത്തുനിന്ന് ഫുഡെല്ലാം കിട്ടും. ജസ്റ്റ് നോമ്പ് തുറക്കാനുള്ള ഒരു ഫുഡെല്ലാം കിട്ടും, വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ജസ്റ്റ് നോമ്പ് തുറന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അവർ ലേഡീസായിട്ട് പോകാതെ നിൽക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ. കാരണം ഒരു നാക്ക് കിട്ടൂല, രണ്ടും സെപ്പറേറ്റ് അല്ലേ. കഴിഞ്ഞ വർഷമൊക്കെ ലേഡീസിന് ഇതുപോലെ ഫുഡെല്ലാം കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മൾ അജ്മലാണ് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് ചെയ്യുക ഒരു പോക്കിന് വേണ്ടിയിട്ട്. അവൻ്റെ നിർബന്ധം കാരണം പിന്നെ നമ്മളെല്ലാവരും കൂടി സെറ്റാക്കിയിട്ട് അങ്ങ് പോയാണ്. ഞാൻ ഈ ഒരു നോമ്പ് ലാസ്റ്റിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അതിനപ്പോൾ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.